ഹലോ ഗൈസ്, രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീറ്റിട്ട് വെറുതെ മുറ്റത്ത് വന്ന് നോക്കിയതാണ്. അതായത് ഒന്ന് അന്തരീക്ഷമൊക്കെ ചെക്ക് ചെയ്തതാണ്, മഴ ഉണ്ടായിരുന്നോ എന്നൊക്കെ വെറുതെ നോക്കിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛന് കട്ടൻ ചായ വെച്ച് കൊടുത്തു കേട്ടോ. അച്ഛൻ രാവിലെ കട്ടൻ ചായ കുടിക്കും, പിന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇന്ന് ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തി ഇസ്റ്റു കറി ആയിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ മൂഡ് ഇന്ന് ഒട്ടും ഓക്കെ അല്ലായിരുന്നു, വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പാലിവിടെ 1.5 വരുന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പാലുണ്ടായിരുന്ന കൈയോടെ തിളപ്പിച്ച് വെച്ചു, കാരണം ഞങ്ങൾ പാല് കുടിക്കില്ല, ചായ ആക്കാറില്ല. അത് ഒഴിച്ചിട്ട് തൈരാക്കാറാണ് കേട്ടോ പതിവ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു പനീറിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനോർത്ത് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പനീർ ബട്ടർ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ തക്കാളി, സവാള, അങ്ങനത്തെ വേണ്ട ഐറ്റംസൊക്കെ അരിഞ്ഞു വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൂഡ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല, കാരണം എനിക്കിന്ന് ഒട്ടും വയ്യായിരുന്നു. തലവേദന, ശരീരം വേദന, ജലദോഷമൊക്കെ ആയിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വയ്യാഞ്ഞിട്ട് പിന്നെ ഞാനൊരു പാരസ്റ്റമോൾ ഗുളിക കഴിച്ചു, കാരണം വയ്യാണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പണിയുണ്ട്, പിന്നെ കുട്ടീനെ നോക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു പാരസ്റ്റമോൾ ഗുളിക കഴിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്കൊന്ന് ജീവൻ വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടേക്കൊന്ന് ജസ്റ്റ് ഒതുക്കി വെച്ചു കേട്ടോ, സാധനങ്ങളൊക്കെ ഒതുക്കി അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പിന്നെ അവിടെ ഇരുന്ന് കളിക്കുകയാണ്, അച്ഛൻ്റെയൊക്കെ കൂടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ അവൾ ഉറക്കുകയും വേണമെന്ന്, അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കി കേട്ടോ, കൊഴുവയായിരുന്നു. അത് കഴിഞ്ഞൊരു ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല, ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന് ഓർത്തിട്ടാണ് ഞാൻ പെട്ടെന്ന് പണിയൊക്കെ തീർത്തത്. എന്നിട്ട് പിന്നെ റൂമിൽ വന്നു, ഞാനും കുട്ടിയും കൂടി റൂമിൽ കുറേ നേരം ഇരുന്നു. ഇവളുടെ എപ്പോഴത്തെ പതിവാണെന്നില്ലെങ്കിൽ ജനലിൽ പിടച്ച് കയറും, അല്ലെങ്കിൽ സ്റ്റെയർ കയറും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനവളും കുറേ നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഈ മഞ്ഞ സാധനം കേട്ടോ കഴിച്ചത്. പിന്നെ രാത്രി ചോറും കഴിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക്